ഹലോ ഗായ്സ്, വെൽക്കം ടു ബിഗ് ബോസ് ബസ് മലയാളം. നമ്മളെല്ലാവരും ഭയങ്കര ആകാംക്ഷയോട് കാത്തിരിക്കുന്ന ബിഗ് ബോസ് മലയാളം സീസൺ 7 ഈ വരുന്ന സൺഡേ ഓഗസ്റ്റ് 3 ലോഞ്ച് ചെയ്യുകയാണ്. അപ്പം അതിൽ ഇനിയിപ്പം 2 ദിവസം കൂടിയേ ഉള്ളൂ. അപ്പോൾ അതിൻ്റെ ഒരു പുതിയ പ്രൊമോ വന്നിട്ടുണ്ട്. അപ്പം ഇതിന് മുന്നേ ഉള്ള പ്രൊമോസ് എല്ലാം ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ റിവ്യൂ ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മളൊരു റീക്യാപ്പ് പോലെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ലാലേട്ടൻ്റെ പുതിയ പ്രൊമോ ആണ്. 2 more days എന്ന് പറഞ്ഞുകൊണ്ട് വന്ന പുതിയ പ്രൊമോ ആണ്. ലാസ്റ്റ് വീഡിയോ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഈ പ്രാവശ്യത്തെ പ്രൊമോ എല്ലാം ഭയങ്കര ഫയറായിട്ടുള്ള പ്രൊമോയാണ്. അപ്പം ഈ ഒരു പുതിയ പ്രൊമോ, ഈ 2 more days എന്ന് പറഞ്ഞിട്ടുള്ള പ്രൊമോയും അതുപോലെ തന്നെയാണ്. അപ്പോൾ ലാലേട്ടൻ ഒരു പാട്ടൊക്കെ പാടിക്കൊണ്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഹേ ബനാനി ഒരു കായ് തരാമോ, ഒന്നല്ല 2 പഴുത്ത വാഴക്കുലകൾ, വെറുതെ നിന്ന വാഴകളായിരുന്നു, കൂമ്പ് ഞാൻ ഒടിച്ചു എന്നൊക്കെ പറഞ്ഞിട്ടാണ് ലാലേട്ടൻ പറയുന്നത്. അപ്പം ഇതൊരു ട്രോളാണ്. അതായത് വെറുതെ സേഫ് ഗെയിമൊക്കെ കളിച്ച് നിൽക്കുന്ന ഒത്തിരി, നമ്മൾ ലാസ്റ്റ് സീസൺസിലെല്ലാം കണ്ടിട്ടുണ്ട്, ഒത്തിരി പേര് സേഫ് ഗെയിം കളിച്ചിട്ട് ഇങ്ങനെ മാറി നിൽക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാരെ ഉദ്ദേശിച്ചുള്ള പ്രമോയാണ്. അതെ, ഈ പ്രാവശ്യം ഞങ്ങൾ സമ്മതിക്കില്ല, സേഫ് ഗെയിം കളിക്കാൻ സമ്മതിക്കില്ല, വെറുതെ വാഴകളായിട്ട് അവിടെ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾ പറഞ്ഞു വിടും എന്നുള്ള ഒരു ധ്വനിയാണ് ഈ ഒരു പ്രൊമോയിൽ പറഞ്ഞിരിക്കുന്നത്. പക്ഷേ നമുക്കറിയില്ല, ഇതുവരെയുള്ള സീസണിലൊക്കെ എല്ലാവരും സേഫ് ഗെയിം കളിക്കുന്നവരൊക്കെ അങ്ങനെ തന്നെ അങ്ങ് പോയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു സേഫ് ഗെയിം കളിച്ചത് കാരണം മറ്റ് നല്ല കണ്ടസ്റ്റൻസ് ഒക്കെ പുറത്തായ സീസൺസും ഉണ്ട്. അപ്പം കുറച്ച് കഴിയുമ്പം നമ്മുടെ പ്രേക്ഷകർക്ക് തന്നെ ആണെങ്കിൽ അതൊരു മടുപ്പായി തുടങ്ങും. സേഫ് ഗെയിം കളിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു ഗെയിമും കാണാൻ പറ്റില്ല. നന്നായിട്ട് കളിച്ചുകൊണ്ട് അല്ലെങ്കിൽ നന്നായിട്ട് വാ തുറന്ന് സംസാരിക്കുന്ന ആൾക്കാരൊക്കെ ഇങ്ങനെ പുറത്തായിക്കൊണ്ടിരിക്കും. അപ്പം ഈ ഒരു ഇപ്പം ഫസ്റ്റ് സീസൺ മുതൽ ഈ ലാസ്റ്റ് സീസൺ 6 വരെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പല ടൈപ്പിലുള്ള സേഫ് ഗെയിം കളിക്കുന്ന ആളുകൾ. ഇപ്പോൾ ഫസ്റ്റ് സീസൺ എന്ന് പറയുമ്പോൾ അത്യാവശ്യം എല്ലാവരും നന്നായിട്ട് കളിക്കുന്നതാണ്. പക്ഷേ ബേസിക്കലി ആ സമയത്ത് ദീപൻ മുരളി ഉണ്ടായിരുന്നു. ദീപൻ മുരളിക്ക് കുറച്ചിങ്ങനെ വെറുതെ ഇരിക്കുകയാണെന്ന് പറഞ്ഞിട്ട് കുറേ ട്രോൾസ് ഫസ്റ്റ് സീസണിലുണ്ടായിരുന്നു. അപ്പോൾ സെക്കൻഡ് സീസണൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ RJ സൂരജ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പം പുള്ളിയൊന്നും ചെയ്തില്ല, വാ തുറന്ന് സംസാരിക്കുക പോലും ചെയ്തില്ലായിരുന്നു. അപ്പോൾ അതൊരു പുള്ളി അങ്ങനെ കളിക്കാതിരുന്നത് കാരണം ബാക്കി എല്ലാവരും നെഗറ്റീവ് ആണെങ്കിലും പോസിറ്റീവ് ആണെങ്കിലും കളിച്ചിട്ടുള്ളവരായിരുന്നു. അപ്പം അത് അങ്ങനെ പോയി. സീസൺ 2 സീസൺ 3യെ പറ്റി പറയുവാണെങ്കിൽ നോബിക്ക് കുറേ അധികം ചീത്തപ്പേര് കേട്ടു. ആ സീസണിൽ കളിക്കുന്നില്ല, വാ തുറന്ന് സംസാരിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട്. ആ ഒരു സീസണിൽ ബാക്കിയൊക്കെ എല്ലാവരും, ഈവൻ ഭാഗ്യലക്ഷ്മി ആണെങ്കിലും അല്ലെന്നുണ്ടെങ്കിൽ ഫിറോസ് ആണെന്നുണ്ടെങ്കിലും RJ ഫിറോസ് ഒക്കെ ആണെന്നുണ്ടെങ്കിലും അവർ നന്മമരമൊക്കെ കളിച്ചു കഴിഞ്ഞാൽ അവർ വാ തുറന്ന് സംസാരിക്കുമായിരുന്നു. പിന്നെ സീസൺ 4ലേക്ക് വന്നു കഴിഞ്ഞപ്പം അത് ഭയങ്കരമായിട്ടും നമുക്ക് വെറുപ്പിച്ചൊരു സേഫ് ഗെയിം ആയിരുന്നു റോൺസൺ ആണെങ്കിൽ കളിക്കുക. റോൺസൺ ആണെങ്കിൽ കേപ്പബിലിറ്റി ഉണ്ടായിട്ട് പോലും കളിക്കാതെ സേഫ് ഗെയിമായിട്ട് മാറിയുന്നതാണ് റോൺസണ്, സൂരജ്. അപ്പോൾ ഇവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ കുറച്ച് ഇമേജ് കോൺഷ്യസ് ആയിട്ട് എന്താ പറയുക, നമ്മളുടെ ആ ഒരു ഗെയിമിലോട്ട് ഇറങ്ങാതെ ഒഴിഞ്ഞു മാറി. അപ്പോൾ ഇവരെന്നിട്ട് ലാസ്റ്റ് വരെ നിൽക്കുകയും ചെയ്യും. ഈ സേഫ് ആരും ആണെന്നുണ്ടെങ്കിൽ നോമിനേഷനിലൊന്നും ആരും ഇവരെ ഒന്നും പേര് പറയത്തില്ല, കാരണം ഇവർ വാ തുറക്കുന്നില്ലല്ലോ. അപ്പോൾ ആരെയും വെറുപ്പിക്കുന്നില്ല. അന്നേരം അവരങ്ങനെ മാറി ഇങ്ങനെ നിൽക്കുക. അതുപോലെ തന്നെ ധന്യ ഗെയിമൊക്കെ കളിക്കും, പക്ഷെ പുള്ളിക്കാരി വാ തുറന്ന് അപ്പുറയൊക്കെ എന്നിട്ട് പരദൂഷണമൊക്കെ പറയും. പക്ഷെ നേരിട്ട് ഒരു മനുഷ്യനോട് സംസാരിക്കില്ല. പുള്ളിക്കാരി കുറച്ച് സേഫ് ഗെയിമായിരുന്നു കളിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ പുള്ളിക്കാരി പിന്നെ കളിക്കുന്നുണ്ടായിരുന്നു. റോൺസണും സൂരജും സീസൺ 4 ബാക്കി എല്ലാവരും നല്ലതായിട്ട് ആയിട്ട് കളിക്കുന്ന ആൾക്കാരായിരുന്നു. പിന്നെ സീസൺ 5 വന്നപ്പം റിനോഷിന് ആ ഒരു റിനോഷിന് ഒത്തിരി ഫാൻസൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ റിനോഷ് കളിക്കും ഇപ്പം കളിക്കും നാളെ കളിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്കൊരു ഒരു ആകാംക്ഷ വരുത്തുന്നുണ്ട്. പക്ഷേ റിനോഷ് ലാസ്റ്റ് വരെ ഒരു ഗെയിം ച്ചതായിട്ട് നമുക്ക് ഫീൽ ചെയ്യത്തില്ല. അപ്പം റിനോഷ് ലാസ്റ്റ് മീൻസ് സീസൺ 5 അങ്ങനെ ഒരു സേഫ് ഗെയിം ആയിരുന്നു. പിന്നെ സീസൺ 6 വന്നപ്പം നമ്മളുടെ സായി കൃഷ്ണ, അർജുൻ, സീതു, പിന്നെ അഭിഷേക്, ശ്രീകുമാർ ഇവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഭയങ്കര സേഫ് ഗെയിം കളിയായിരുന്നു. എന്നിട്ട് എന്ത് സംഭവിച്ചു, ഈ സേഫ് ഗെയിം ഉള്ളവരെല്ലാം ലാസ്റ്റ് ഫൈനലിസ്റ്റായിട്ട് വന്നു. വാ തുറന്ന് സംസാരിച്ച ആൾക്കാരൊക്കെയും തന്നെ ഔട്ടായിപ്പോയി. അപ്പം അങ്ങനെ ഒരു അങ്ങനെയുള്ള ഈ സേഫ് ഗെയിം കളി മലയാളം സീസൺ നമ്മുടെ ബിഗ് ബോസിൽ നോർമലായിട്ട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ലാലേട്ടൻ്റെ ഈ പ്രൊമോയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് എന്ന് വെച്ചാൽ ഈ ഒരു സീസണിൽ അവർ അങ്ങനെയുള്ള സേഫ് ഗെയിംസ് ഒന്നും അനുവദിക്കത്തില്ല.
അതായത് നല്ലതായിട്ട് മര്യാദയ്ക്ക് കളിച്ചു കഴിഞ്ഞാൽ മാത്രമേ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ പ്രമോ ഒക്കെ കണ്ടിട്ട് നമുക്കൊരു അടിപൊളി സീസണാണെന്ന് തോന്നുന്നു. പക്ഷേ ഭയങ്കര ഹൈപ്പായിട്ടൊക്കെ വന്നിട്ട് നല്ല രീതിയിൽ പോയാൽ മതിയായിരുന്നു. ലാസ്റ്റിൽ ഗെയിമൊക്കെ സ്റ്റാർട്ട് ചെയ്ത് കഴിയുമ്പോൾ പിന്നെ ഈ സേഫ് ഗെയിം ഉള്ളവരെ ഒന്നും പിടിക്കാതെ അവർ രക്ഷപ്പെട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ അത് വീണ്ടും നമുക്ക് കാണാണ്ട വരുമെന്നാണ് എനിക്ക് തോന്നുന്നു. മീൻസ് അങ്ങനെ വരാതിരിക്കട്ടെ എന്ന് വിചാരിക്കുന്നു. ഇപ്പം നമ്മളാണെന്നുണ്ടെങ്കിൽ നമ്മുടെ പ്രേക്ഷകരും അതുപോലെ തന്നെ ശ്രദ്ധിക്കണം. അതുപോലെ ഈ സേഫ് ഗെയിം കളിക്കുന്നവരെ സപ്പോർട്ട് ചെയ്യാതെ, ചിലപ്പോൾ ക്യൂട്ട്നെസ് കാണിച്ചിട്ടായിരിക്കും, അല്ലെന്നുണ്ടെങ്കിൽ സൗന്ദര്യം കണ്ടിട്ടായിരിക്കും ചിലപ്പോൾ നമ്മൾ സപ്പോർട്ട് ചെയ്യും. അവർ സേഫ് ഗെയിം കളിക്കുവാണെന്ന് പറഞ്ഞിട്ട് പോലും സപ്പോർട്ട് ചെയ്യും. പക്ഷെ നമ്മൾ മനസ്സിലാക്കണം, ഇതൊരു ഗെയിമാണ്, ഗെയിം ഷോ ആണ്. അപ്പോൾ ആ ഗെയിം നമ്മളെ എൻ്റർടൈൻ ചെയ്യാൻ പറ്റുന്ന ആൾക്കാരെ നമ്മൾ ശരിക്കും സപ്പോർട്ട് ചെയ്യണം. അവരാണെന്നുണ്ടെങ്കിൽ ചിലപ്പം പോസിറ്റീവായിരിക്കും, നെഗറ്റീവായിരിക്കും. പക്ഷേ നമുക്ക് ആ ഒരു നമ്മളിപ്പോൾ എപ്പോഴും പറയത്തില്ല, ഒരു വഴക്കുണ്ടാക്കി കഴിഞ്ഞാൽ രണ്ട് കൈ തമ്മിൽ കൊട്ടിയാലേ സൗണ്ട് ഉണ്ടാവത്തുള്ളൂ. അപ്പോൾ നമുക്ക് രണ്ട് പക്ഷം നിൽക്കാൻ ഒരാൾ വേണം. അല്ലാതെ ഇപ്പം വാ തുറന്ന് സംസാരിക്കുന്നവരെയൊക്കെ പുറത്താക്കി കഴിഞ്ഞാൽ ലാസ്റ്റ് ഒന്നും സംസാരിക്കാൻ ഇല്ലാത്തവരാണ് അവിടെ നിൽക്കുന്നതെന്നുണ്ടെങ്കിൽ കുറച്ച് കഴിയുമ്പോഴത്തേക്കും നമ്മൾ ഭയങ്കരമായിട്ട് ബോറടിച്ചു തുടങ്ങും. അപ്പോൾ പിന്നെ സീസൺ കാണാൻ നമുക്കൊരു ആകാംക്ഷ ഉണ്ടാവില്ല. അപ്പം നമുക്ക് നിങ്ങൾക്ക് ഇഷ്ടമുള്ളവരെ അവിടെ നിർത്താം. പക്ഷേ അതിൻ്റെ കൂട്ടത്തിൽ തന്നെ എവിടെ ഈ കളിക്കുന്നവരെ, വാ തുറന്ന് സംസാരിക്കുന്നവരെ, ഇപ്പം നമുക്ക് ഇഷ്ടപ്പെട്ട ഒരാൾക്കെതിരെ നിൽക്കുന്നു എന്ന് പറഞ്ഞിട്ട് ബേസിക്കലി അവരെ പുറത്താക്കാൻ വേണ്ടി നമ്മളിങ്ങനെ പോയി അങ്ങനെ പുറത്താക്കേണ്ട കാര്യമൊന്നുമില്ല. പക്ഷേ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരാഴ്ചയിൽ നോക്കുക ആരാണ് ബെസ്റ്റായിട്ട് കളിച്ചത്, അവർക്ക് വോട്ട് എടുക്കുക. അപ്പോൾ അതിനനുസരിച്ച് അവർ മുന്നോട്ട് പോകും. അപ്പോൾ നമുക്ക് അന്നേരമാണ് ഒരു നല്ല ഗെയിം കാണാൻ പറ്റുന്നത്. അപ്പോൾ ആ ഒരു നല്ല ഗെയിം ഉണ്ടെങ്കിലേ നമുക്കും കാണാൻ ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാവുള്ളൂ. നല്ലൊരു ഒരു ആസ്വാദന മികവുണ്ടാക്കുന്ന ഒരു നല്ലൊരു സീസൺ ആവത്തുള്ളൂ. അപ്പം നമുക്കും പ്രതീക്ഷിക്കാം ഇപ്രാവശ്യത്തെ. കാരണം ഇപ്രാവശ്യത്തെ എല്ലാ പ്രൊമോസിലും അവർ വ്യക്തമായിട്ട് എല്ലാ കാർഡുകളും ഇറക്കി കളിക്കുന്നവരെ പറ്റിയൊക്കെ പറയുന്നുണ്ട്. അപ്പം നമുക്ക് പ്രതീക്ഷിക്കാം ഈ പ്രാവശ്യത്തെ സീസൺ ഒരു മികച്ച സീസണായി ആകുമെന്ന് നമുക്ക് ആശംസിക്കുകയും ചെയ്യാം. ബേസിക്കലി ഈ ഒരു സീസൺ നല്ലൊരു മികച്ച സീസണായി തീരുമെന്ന് നമുക്ക് ആശംസിക്കാം, പിന്നെ പ്രതീക്ഷിക്കുകയും ചെയ്യാം. അപ്പം നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ടിന് വളരെ നന്ദി. ഇനിയാണെന്നുണ്ടെങ്കിലും മുന്നോട്ടുള്ള റിവ്യൂസിലും എന്നെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക. അപ്പം നോട്ടിഫിക്കേഷൻസൊക്കെ കറക്റ്റായിട്ട് വരുന്നതാണ്. താങ്ക് യു സോ മച്ച്.